നമസ്കാരം. ഭാഗവത കഥകൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ 23ാമത് ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മത്സ്യാവതാരമാണ്. ഭാഗവതത്തിൻ്റെ അഷ്ടമസ്കന്ധം 8ാമത്തെ സ്കന്ധത്തിലാണ് ഭഗവാന്റെ മത്സ്യാവതാരം സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. ബ്രഹ്മാവ് തുടർച്ചയായിട്ട് സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിന് വാസരം എന്നാണ് പറയുക. അങ്ങനെയുള്ള ഒരു ബ്രഹ്മവാസരത്തിലെ സൃഷ്ടികർമ്മത്തിന് ശേഷം വളരെ ക്ഷീണിതനായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു ബ്രഹ്മാവ്. ആ സമയത്ത് ഹയഗ്രീവൻ എന്ന പേരുള്ള ഒരു അസുരൻ ബ്രഹ്മമുഖത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ സമീപത്ത് നിന്ന് വേദങ്ങളെല്ലാം തട്ടിയെടുത്തു. ആ വേദങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മത്സ്യാവതാരം ഉണ്ടായത്. അതിനോട് ചേർത്തുള്ള കഥ സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സത്യവ്രതൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഒരു ദിവസം കൃതമാല എന്ന് പറയുന്ന നദിയിൽ തർപ്പണത്തിനിരിക്കുകയായിരുന്നു. തർപ്പണത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ കൈക്കുമ്പിളിൽ ജലം കോരിയെടുക്കുമല്ലോ. അതിങ്ങനെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത ജലത്തിൽ ഒരു ചെറിയ മത്സ്യക്കുഞ്ഞ് ഉണ്ടായിരുന്നു. നിമിഷ നേരത്തിനുള്ളിൽ രാജാവിൻ്റെ കയ്യിലേക്ക് വന്നതും നിമിഷ നേരത്തിനുള്ളിൽ ആ മത്സ്യക്കുഞ്ഞ് വളരുകയാണ്. ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങാതായി. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? അതിനെ ഒരു കുടത്തിൽ നിക്ഷേപിച്ചു. അല്പസമയത്തിനകം അത് കുടത്തിലും കൊള്ളാത്ത രീതിയിൽ വളർന്നു. അപ്പോൾ പിന്നെ രാജാവ് അതിനെ ഒരു കുളത്തിലിട്ടു. അത് പിന്നെയും വളർന്ന് കുളത്തിലും ഒതുങ്ങാതായി. അപ്പോൾ കുളത്തിനേക്കാൾ വലിയ ഒരു തടാകം ഉണ്ടായിരുന്നു. ആ തടാകത്തിലേക്ക് ആ കുഞ്ഞിനെ മാറ്റി. രാവിലെ നിന്ന് നോക്കിയപ്പോൾ എന്താണ് സംഭവം? ആ തടാകവും നിറഞ്ഞ് മത്സ്യം ഇങ്ങനെ വളരുകയാണ്. മറ്റൊരു മാർഗവുമില്ല. അപ്പോൾ അതിനെ ഒരു നദിയിലേക്ക് മാറ്റി. നദിയിലും അത് ഒതുങ്ങാതായപ്പോൾ പിന്നെ ഏറ്റവും സമുദ്രത്തിനേക്കാൾ വലുതായിട്ട് മറ്റേ യാതൊന്നുമില്ലല്ലോ. അങ്ങനെ ഈ മത്സ്യത്തെ സമുദ്രത്തിലേക്ക് മാറ്റി. പക്ഷേ സമുദ്രത്തിൽ കിടന്നും അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യവ്രത രാജാവ് ആകെ കുഴങ്ങി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ്. അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. അപ്പോൾ ആ സമയത്ത് ആ മത്സ്യം രാജാവിനോട് ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. അല്ലയോ സത്യവ്രത രാജാവേ, അങ്ങ് പരിഭ്രമിക്കണ്ട, അങ്ങ് വിഷമിക്കണ്ട. ഞാൻ മഹാവിഷ്ണുവാണ്. ഹയഗ്രീവനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുക്കാൻ വേണ്ടി ഞാൻ മത്സ്യമായി അവതരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നേക്ക് 7ാമത്തെ ദിവസം ഒരു മഹാപ്രളയമുണ്ടാകും. അപ്പോൾ പ്രളയത്തിലെല്ലാം നശിച്ചു പോകുമല്ലോ. അങ്ങനെ നശിച്ചു പൊയ്ക്കൂടാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതെന്താണെന്ന് കൂടെ പറയുന്നു. താങ്കൾ ലോകത്തിലുള്ള സകല സസ്യങ്ങളുടെയും ഓരോ വിത്ത് കരസ്ഥമാക്കി താങ്കളുടെ പക്കൽ ഭദ്രമായി സൂക്ഷിക്കണം. അങ്ങനെ 7ാമത്തെ ദിവസം പ്രളയം ആരംഭിക്കുമ്പോൾ ഒരു വലിയ തോണി താങ്കളുടെ അടുക്കൽ വരും. അതിൽ സപ്തർഷികളും ഉണ്ടായിരിക്കും. അങ്ങും അതിൽ കയറണം. അപ്പം ഞാനും ഈ സമയത്ത് അവതാര ഉദ്ദേശമെല്ലാം സാധിച്ചു കഴിഞ്ഞ് ഞാനും ആ തോണിയിൽ കയറി ആ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുത്തുകൊണ്ട് സഞ്ചരിക്കും. അങ്ങനെ ആ സമയത്ത് അങ്ങേക്ക് വൈരാഗ്യവും ജ്ഞാനവും ഉദിക്കും, അങ്ങേക്ക് ജ്ഞാനോദയം സിദ്ധിക്കും എന്ന് വരവും കൊടുക്കുകയാണ് സാക്ഷാൽ മഹാവിഷ്ണു. ഇതാണ് മത്സ്യാവതാരത്തിൻ്റെ കഥ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നും, എങ്ങനെയാണ് ഹയഗ്രീവനിൽ നിന്ന് വേദങ്ങളെ വീണ്ടെടുത്തത് എന്ന്. ഈ സമയത്ത് പ്രളയത്തിൻ്റെ കാലത്ത് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ. അപ്പോൾ അവർ തമ്മിൽ ഏറ്റുമുട്ടി. മഹാവിഷ്ണുവും മത്സ്യവും ഹയഗ്രീവനും തമ്മിൽ ഏറ്റുമുട്ടി. ഭീമാകാരനായ ആ മത്സ്യത്തെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഹയഗ്രീവന് കഴിഞ്ഞില്ല. മത്സ്യമാകട്ടെ ഹയഗ്രീവനെ കാലിൽ പിടിച്ച് അരക്കെട്ട് വരെ വിഴുങ്ങി. അങ്ങനെ വേദനയാൽ അലറി വിളിച്ച ഹയഗ്രീവൻ വാ തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വേദങ്ങൾ പുറത്തേക്ക് ചാടി. ഭഗവാൻ ഹയഗ്രീവനെ വധിച്ച ശേഷം പ്രളയാവസാനത്തോടെ വേദങ്ങൾ ബ്രഹ്മാവിനെ തിരിച്ചേൽപ്പിച്ചു. മത്സ്യാവതാര ലക്ഷ്യം ഭഗവാൻ പൂർത്തീകരിച്ചു. ഇതാണ് മത്സ്യാവതാരത്തിൻ്റെ കഥ. നന്ദി, നമസ്കാരം.